ഓരോ വർഷവും ജൂൺ 21 ലോകമെമ്പാടും രാജ്യാന്തര യോഗാ ദിനമായി ആചരിക്കുമ്പോൾ പുരാതന ഭാരതത്തിന്റെ ഈ മഹത്തായ സംഭാവനയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ലോകം തിരിച്ചറിയുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ ആരോഗ്യം ലക്ഷ്യമിടുന്ന യോഗ ആധുനിക ജീവിതശൈലി രോഗങ്ങൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും ഒരു ഉത്തമ പ്രതിവിധിയായി ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഉന്നമനത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള എന്ന ഈ വർഷത്തെ പ്രമേയം യോഗയുടെ വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം സാമൂഹിക സൗഹാർദ്ദത്തിനും ലോക സമാധാനത്തിനും അത് എങ്ങനെ സഹായകമാകുന്നു എന്നത് അടിവരയിടുന്നുണ്ട്. യോഗ എന്ന വാക്ക് സംസ്കൃതത്തിലെ യൂഷ് എന്ന ധാതുവിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇതിന് ചേരുക അല്ലെങ്കിൽ ഒന്നിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. വ്യക്തിഗത ബോധത്തെ പ്രപഞ്ച ബോധവുമായി ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് യോഗ എന്ന് ലളിതമായി നിർവചിക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചരിത്രമാണ് യോഗയ്ക്കുള്ളത്. സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലെ പുരാവസ്തു ഗവേഷണങ്ങൾ യോഗാഭ്യാസത്തിന്റെ പ്രാചീന രൂപങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്. വേദങ്ങളിൽ യോഗയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ എന്നിവ യോഗയുടെ തത്വങ്ങളെയും പ്രായോഗിക രീതികളെയും കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പതഞ്ജലിയുടെ യോഗാസൂത്രങ്ങളാണ് യോഗയെ ഒരു ചിട്ടയായ ശാസ്ത്രീയ പഠനമാക്കി മാറ്റിയത്. അഷ്ടാംഗ യോഗ എന്നറിയപ്പെടുന്ന 8 ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം യോഗയെ വിശദീകരിച്ചിരിക്കുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഈ 8 ഘട്ടങ്ങളും ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നമനം ലക്ഷ്യമിടുന്നുണ്ട്. വേഗതയേറിയതും സമ്മർദ്ദം നിറഞ്ഞതുമായ ആധുനിക ജീവിതത്തിൽ യോഗയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിതവണ്ണവും പ്രമേഹവും രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമൊക്കെ തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ യോഗ ഒരു പ്രതിരോധ മാർഗമായും ചികിത്സയുടെ ഭാഗമായും പ്രവർത്തിക്കുന്നുണ്ട്. ആസനങ്ങളിലൂടെ ശരീരത്തിന് വഴക്കവും ബലവും ലഭിക്കുകയും ചെയ്യും. പേശികൾക്ക് ശക്തി കൂടുകയും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. കൂടാതെ പ്രാണായാമത്തിലൂടെ ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിന്റെ വിഷാംശങ്ങളെ പുറംതള്ളി ശുദ്ധീകരിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ശാരീരിക നേട്ടങ്ങൾക്കപ്പുറം യോഗയുടെ മാനസികവും വൈകാരികവുമായ ഗുണങ്ങൾ അമൂല്യമാണ്. സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ കുറയ്ക്കാൻ യോഗ സഹായിക്കുന്നുമുണ്ട്. യോഗാഭ്യാസത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ധ്യാനം മനസ്സിനെ നിയന്ത്രിക്കാനും ചിന്തകളെ ക്രമീകരിക്കാനും സഹായിക്കുന്നു. ഇത് മാനസിക വ്യക്തത നൽകുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്കും യോഗ ഫലപ്രദമായ ഒരു പരിഹാരമാണ്. സ്ഥിരമായി യോഗ ചെയ്യുന്നവരിലെ മാനസിക നില മെച്ചപ്പെടുകയും സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കുകയും ചെയ്യുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. 2014 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരമാണ് ജൂൺ 21 രാജ്യാന്തര യോഗാ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 177 രാജ്യങ്ങളുടെ പിന്തുണയോടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിച്ച പ്രമേയങ്ങളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തു. ഇത് യോഗയുടെ ആഗോള സ്വീകാര്യതയുടെയും പ്രാധാന്യത്തിന്റെയും തെളിവ് കൂടിയാണ്. 2015 മുതലാണ് ഈ ദിനം ലോകമെമ്പാടും ആഘോഷിച്ചു തുടങ്ങിയതും. ഓരോ വർഷവും ലോകമെമ്പാടുമുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് യോഗാ ദിനാചരണത്തിൽ പങ്കുചേരുന്നത്. പൊതുസ്ഥലങ്ങൾ, പാർക്കുകൾ, സ്കൂളുകൾ, സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ കൂട്ടായ യോഗാഭ്യാസ പരിപാടികൾ സംഘടിപ്പിക്കുന്നുമുണ്ട്. യുദ്ധക്കപ്പലുകളിലും വിമാനവാഹിനി കപ്പലുകളിലും വരെ സൈനികർ യോഗ പരിശീലിക്കുന്ന കാഴ്ചകൾ യോഗയുടെ സാർവത്രികതയ്ക്ക് ഉദാഹരണവുമാണ്. ഈ വർഷം വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയുമുണ്ടായി. യോഗ എല്ലാവർക്കും ഉള്ളതാണ്. അതിന് അതിർത്തികളോ പ്രായമോ പശ്ചാത്തലമോ ഇല്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ യോഗയുടെ സമഭാവനയാണ് ഉയർത്തിക്കാട്ടിയത്. സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന ഇന്നത്തെ ലോകത്ത് യോഗ സമാധാനത്തിന്റെ ദിശാബോധം നൽകുന്നുവെന്നും മനുഷ്യരാശിക്ക് ശ്വാസമെടുക്കാനും സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും ആവശ്യമായൊരു ബട്ടണാണ് യോഗയെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനികർക്കൊപ്പം യോഗാ ദിന പരിപാടികളിൽ പങ്കെടുത്തത് സൈനികരുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ക്ഷമതയ്ക്കും യോഗ എത്രത്തോളം പ്രധാനമാണെന്നത് എടുത്തു കാണിക്കുകയുണ്ടായി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലെ പരിപാടികളിൽ പങ്കെടുത്തത് രാഷ്ട്രീയ നേതൃത്വവും യോഗയ്ക്ക് നൽകുന്ന പിന്തുണയുടെ പ്രതീകമായി മാറുകയും ചെയ്തു. വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ 3 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തത് യോഗയോടുള്ള ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യത്തിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. ഡൽഹി നഗരത്തിലുടനീളം സംസ്ഥാന സർക്കാർ 11 ഇടങ്ങളിൽ യോഗാഭ്യാസ പരിപാടികൾ സംഘടിപ്പിച്ചത് നഗരത്തിലെ ജനങ്ങൾക്ക് യോഗ പരിശീലിക്കാൻ അവസരമൊരുക്കി. 20,000-ലേറെ പേർ ഈ പരിപാടികളുടെ ഭാഗമാകുമെന്നും മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞിരുന്നു.
ഛത്രസാൽ സ്റ്റേഡിയം, ത്യാഗരാജ് സ്റ്റേഡിയം, ഈസ്റ്റ് വിനോദ് നഗർ സ്പോർട്സ് കോംപ്ലക്സ്, ജിൽമിൽ സ്പോർട്സ് കോംപ്ലക്സ്, ഭവാനിയിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം, പ്രഹ്ലാദ്പൂർ സ്പോർട്സ് കോംപ്ലക്സ്, ഭാരത് നഗർ സ്പോർട്സ് കോംപ്ലക്സ്, നജഫ്ഗഡ് സ്റ്റേഡിയം, സെക്ടർ 6 ദ്വാരക ക്രിക്കറ്റ് ഗ്രൗണ്ട്, അശോക് നഗർ ഹോക്കി സ്റ്റേഡിയം എന്നിവിടങ്ങളിലെല്ലാം യോഗാ ദിനം വിപുലമായി ആചരിച്ചു. ഇത് യോഗയെ ജനകീയമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. സംഘർഷം വർദ്ധിക്കുന്ന ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ യോഗയ്ക്ക് കഴിയുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. യോഗ കേവലം ശാരീരിക വ്യായാമം എന്നതിലുപരി ഒരു ജീവിത രീതി കൂടിയാണ്. ഇത് വ്യക്തികളിൽ സമാധാനവും സഹാനുഭൂതിയും ഒക്കെ വളർത്തുന്നു. ഉള്ളിലെ സമാധാനം പുറത്തേക്ക് വ്യാപിക്കുകയും അത് കുടുംബങ്ങളിലും സമൂഹത്തിലും രാജ്യങ്ങളിലും ലോകത്തിലും പ്രതിഫലിക്കുകയും ചെയ്യും. യോഗയിലൂടെ ലഭിക്കുന്ന ആന്തരിക ശാന്തത വ്യക്തികളെ കൂടുതൽ ക്ഷമയുള്ളവരും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവരുമാക്കി മാറ്റുന്നു. ഇത് തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. വസുദൈവ കുടുംബകം എന്ന ഭാരതീയ തത്വചിന്തയുമായി യോഗയ്ക്ക് അഭേദ്യമായ ബന്ധവുമുണ്ട്. യോഗ അതിരുകളില്ലാത്തതാണ്. അത് എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലുമുള്ള ആളുകൾ ഒരുമിച്ച് യോഗാഭ്യാസത്തിൽ ഏർപ്പെടുമ്പോൾ അത് മാനുഷിക ഐക്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. ഈ ഐക്യം ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതവുമാണ്. യോഗാ ദിനം ഒരു ദിവസം മാത്രം ആഘോഷിക്കാനുള്ളതുമല്ല, മറിച്ച് യോഗയെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ദിവസം. സ്കൂളുകളിലും കോളേജുകളിലും യോഗയെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് പുതിയ തലമുറയ്ക്ക് യോഗയുടെ പ്രാധാന്യം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. യോഗ തെറാപ്പി, യോഗ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ആധുനിക ശാസ്ത്രം യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുമ്പോൾ ഈ പുരാതന വിദ്യയ്ക്ക് ലോകം നേരിടുന്ന പല വെല്ലുവിളികളും പരിഹാരം നൽകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യോഗയിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നേടുന്നതിലൂടെ ഓരോ വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും ഒരുപോലെ പ്രയോജനം ലഭിക്കും. സമാധാനവും ഐക്യവും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ യോഗയ്ക്കൊരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. യോഗ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയെന്നും യോഗ ലോകത്തെ ഒന്നിപ്പിക്കുന്നുവെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഈ ആഗോള പ്രസ്ഥാനത്തിന്റെ ശക്തിയെയും ഭാവിയെയും അടിവരയിടുന്നുണ്ട്.